വെൽക്കം ടു LKLS സ്റ്റാർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 ആൻഡ് പ്രോഡക്റ്റ് ഈസ് 182. So example exercise 4.2, third question, find two numbers whose sum is 27 and product is 182. Okay, so നമുക്കതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇത് കണ്ടോ, ഏതോ രണ്ട് സംഖ്യകൾ അല്ലേ, ഏതോ ടു നമ്പേഴ്സാണ്. സോ അതിൻ്റെ സമ്മെന്ന് പറയുന്നതാണ് 27-ഉം അത് തമ്മിൽ ഏതോ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്രയും കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 182 ആണ് പറഞ്ഞിരിക്കുന്നത്. ആ നമ്പറുകൾ ഏതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്പർ അറിയാത്തതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, ലെറ്റ് 1 നമ്പർ ബി എക്സ് അല്ലേ, ഒരു നമ്പറിനെ നമുക്ക് എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതർ നമ്പർ നമുക്ക് എങ്ങനെ എടുക്കാം, കണ്ടോ, ഏതോ രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ അത് 27 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ എക്സ് ആണ്, സപ്പോസ് ഇത് എക്സ് ആണ് കരുതുക. ഈ എക്സിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്നാണ് പറഞ്ഞത്, 27 കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ നമുക്കിവിടെ ചെയ്യാൻ നേരത്തെ എന്ത് കിട്ടും, ഇവിടുത്തെ നമ്പർ കാണാൻ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ഈ 27 മൈനസ് എക്സ് അല്ലേ ചെയ്യുള്ളൂ അല്ലേ. 27 മൈനസ് എക്സ് ചെയ്താലല്ലേ ഇവിടുത്തെ നമ്പർ കിട്ടുള്ളൂ. ഈ 27-ൽ നിന്ന് ഇത് കുറച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഏതോ രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 27 കിട്ടി. അതിലൊരു നമ്പർ അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുത്തു. സോ മറ്റേ നമ്പർ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 27-ൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അതർ നമ്പർ 27 മൈനസ് എക്സ് നമ്മൾ എടുത്തത്. ക്ലിയർ? ഇനി പ്രോഡക്റ്റ് ഓഫ് ദിസ് നമ്പേഴ്സ്, ഇതിൻ്റെ പ്രോഡക്റ്റ് തമ്മിൽ ഗുണിച്ചപ്പോൾ, ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 182 കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ എക്സ് ഇൻറ്റു സെക്കൻഡ് നമ്പർ ഏതാണ്, 27 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 182 അല്ലേ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം നോക്കിയേ, ഇതൊരു ഇക്വേഷനായിട്ട് ഫോം ചെയ്തെടുക്കണം അല്ലേ. സോ എക്സ് ഇൻറ്റു 27 എക്സ്, ദെൻ എക്സ് ഇൻറ്റു എക്സ്, ഇവിടെ നെഗറ്റീവ് ഉണ്ട് കേട്ടോ. സോ ഇത് പോസിറ്റീവാണ്, ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവാണ്, ഇവിടെ ഇത് നെഗറ്റീവ്. സോ പോസിറ്റീവ് എക്സ് ഇൻറ്റു നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 182. ക്ലിയർ ആയില്ലേ? സോ ഇതിനെ നമ്മളിങ്ങനെ ആക്കി എടുത്തു. ഇനി നോക്കിയേ, 27x മൈനസ് എക്സ് സ്ക്വയർ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. സോ മൈനസ് 182 ഈക്വൽ ടു 0. ക്ലിയർ? ദെൻ സി, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ പവർ എപ്പോഴും 2 ആയിരിക്കും. അത് കണ്ടാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. കണ്ടോ, മൈനസ് എക്സ് സ്ക്വയറിനെ ഫസ്റ്റ് എഴുതുക, ദെൻ പ്ലസ് 27x മൈനസ് 182 ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരം ഒരിക്കലും എക്സിൻ്റെ കോഫിഷ്യൻ്റെ മുന്നിൽ നെഗറ്റീവ് സിമ്പിൾ വരാറില്ല. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് സിമ്പിൾ കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. സി, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എക്സ് സ്ക്വയർ, എന്താണ് ഇവിടെ, പോസിറ്റീവ് എക്സ് സ്ക്വയർ കിട്ടി. ദെൻ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് 27, നെഗറ്റീവ് 27x, നെഗറ്റീവ് 182 ഇൻറ്റു നെഗറ്റീവ് 182 വിച്ച് മീൻസ് പോസിറ്റീവ് 182. കണ്ടോ, എല്ലാത്തിനെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കിയാൽ, നമുക്കിപ്പോൾ ഇതൊരു ഇക്വേഷൻ ഫോം ചെയ്തു അല്ലേ. ഈ രണ്ട് ഫസ്റ്റ് ടേമിനെയും ലാസ്റ്റ് ടേമിനെയും എടുക്കുക, അതായത് ലാസ്റ്റ് ടേം ഇൻറ്റു ദിസ് ഫസ്റ്റ് ടേം. കോഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 182 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 182ൻ്റെ ഫാക്ടേഴ്സിനെ നമ്മൾ കണ്ടെത്തുക. അതായത് ഏതോ രണ്ട് നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇതും കിട്ടണം, അത് തമ്മിൽ ആഡ് ചെയ്താൽ എന്തും കിട്ടണം, മൈനസ് 27 കിട്ടണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് 182നെ നമുക്ക് ഈ മോഡലിൽ ഫാക്ടറൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അതായത് 9 2s are 18, 1 into 2 2. ക്ലിയർ? ദെൻ 7 പോകും ഇതിനകത്ത്, 3 ഒന്നും പോവില്ല. സോ 1 into 7 7, ബാക്കി റിമെയിൻ ചെയ്യുന്ന എത്രയാണ്, 2 ആണ്. ആ 2 1നോട് ചേർത്ത് വെച്ച് എത്രയായി, 21. സോ 3 7s are 21. ക്ലിയർ? അതുകൊണ്ട് നമുക്ക് എടുത്തെഴുതാം 182 ഈക്വൽ ടു 2 ഇൻറ്റു 7 ഇൻറ്റു 13. കണ്ടോ, ഇനി ഇതിനെ നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് 2 ഇൻറ്റു 7 എന്ത് കിട്ടി, 14. ദെൻ ഇൻറ്റു 13, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 182 കിട്ടി. പക്ഷേ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് പോസിറ്റീവ് 182 ആണ് വരേണ്ടത്. പിന്നെയോ ഇവിടെ മൈനസ് 27 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയേ, ഉണ്ടോ,
ഇവിടെ -27 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, -14ഉം -13ഉം കൊടുത്താൽ മാത്രമേ ആൻസറിൽ ആര് വരുള്ളൂ, -27 കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. സോ -14 ഇൻറ്റു -13 മീൻസ് +182. ഇവിടെയോ -14 + -13 രണ്ടിലും നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ഈ സിമ്പിൾ നമ്മൾ കൊടുക്കും. സോ -27. അപ്പം നമ്മൾ ഈ -27നെ സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയാണ്, -14xും -13xും കണ്ടോ ഈക്വൽ ടു -27x. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എടുത്തെഴുതി, x² - 27x + 182 = 0 എന്ന് എഴുതി. ഇനി 27xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ x² എന്താ സ്പ്ലിറ്റ് ചെയ്തത്, -14xും -13xും ആയിട്ടാണ് 27xനെ സ്പ്ലിറ്റ് ചെയ്തത്. +182 = 0. ക്ലിയർ. ദെൻ ഇവിടെ നോക്കുക, ഇത് കണ്ടോ, ഇതിൽ കോമൺ ആയിട്ട് വന്നത് ആരാ, എക്സ് ആണ്. സോ ഒരു എക്സിനെ പുറത്തെടുക്കുക. ബാക്കി എന്തെഴുതാം നമുക്ക്, x - 14. ഇവിടെ അതായത് x ഇൻറ്റു എക്സ് ആണ് എന്താ പറയുക, x². ദെൻ എന്ത് ചെയ്യണം, 14 ഇൻറ്റു എക്സ് ആണ് എന്ത് വരിക, 14. ഇതിൽ രണ്ടിലും വന്നിട്ട് കോമൺ ആയിട്ട് വന്നത് ആരാണ്, എക്സ് ആണ്. അതുകൊണ്ടാണ് എക്സിനെ എടുത്തത്. ബാക്കി ഇവിടെ ഉള്ളത് ആരാണ്, എക്സും 14ഉം ഉണ്ട്. സോ എക്സും 14ഉം എക്സ് ഉണ്ടോ, ഇത് ഈ സൈൻ തന്നെ കേട്ടോ. സോ x ഇൻറ്റു x - 14. അപ്പോൾ x ഇൻറ്റു എക്സ് ആണ് എന്താണ്, x². 14 ഇൻറ്റു എക്സ് ആണ് 14x. അതിൽ എക്സ് കോമൺ ആയിട്ട് വന്നുകൊണ്ട് എക്സിനെ പുറത്തെടുത്തു. ദെൻ x - 14 ബാക്കി വന്നതിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി നോക്കിയേ, -13xും 182. ഇനി ഇവിടെ ചെയ്യുമ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ തന്നെയായിരിക്കും ഇവിടെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒട്ടും മടിക്കാതെ ഇത് തന്നെ ഇവിടെ എഴുതിക്കൊള്ളുക. ബാക്കി ചെയ്ത് നോക്കുക, ഇവിടെ എന്ത് ചെയ്താൽ കിട്ടുന്നു. കണ്ടോ, 13 ഇൻറ്റു ഇവിടെ -13 വരും കേട്ടോ. -13 ഇൻറ്റു x -13x കിട്ടി. -13 ഇൻറ്റു -14 +182 കിട്ടി. ക്ലിയർ ആയില്ലേ. ഇനി ഇവിടെ x - 14 ഉണ്ട്, x - 14 ഉണ്ട്. അതിലൊരെണ്ണം എടുക്കുക. ബാക്കി വന്നിട്ടുള്ള x - 13നെ അടുത്ത ബ്രാക്കറ്റിലേക്ക് ഇടുക. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. കണ്ടോ, x - 14 = 0. സോ x = ഈ 0 ഇതിപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായി, +14 ആയി. സോ x = എന്ത് കിട്ടി, 0 + 14 14. അതുപോലെ തന്നെ അടുത്ത പാർട്ട്, x - 13 = 0. x = ഈ 0 ഇതിനെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി, +13 ആയി. സോ x = 13. ക്ലിയർ ആയില്ലേ. ഇത് നമുക്ക് രണ്ട് എക്സിന് വാല്യൂസ് കിട്ടി, 14ഉം കിട്ടി 13ഉം കിട്ടി. അപ്പോൾ നമ്മുടെ 1 നമ്പറിനെ എക്സ് ആയിട്ടാണല്ലോ എടുത്തത് അല്ലേ. കണ്ടോ, അവിടെ എഴുതിയിട്ടില്ലേ, ലെറ്റ് 1 നമ്പർ ബി എക്സ്. ആ എക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആരാണ്, 14. ഇനി അതർ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് എടുത്തത്, 27 - x ആയിട്ടാണ് എടുത്തത്. സോ 27 - 14 ചെയ്യുമ്പോൾ 13. ക്ലിയർ ആയല്ലോ അല്ലേ. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.